KAS Mentor. ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആൽക്കലോയിഡ്സിനെ കുറിച്ചാണ്. അപ്പം ആൽക്കലോയിഡ്സ് നമ്മുടെ ഡിഗ്രി മെയിൻസ് എക്സാമിന്റെ കെമിസ്ട്രി സിലബസിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ആൽക്കലോയിഡ്സ്. അപ്പം ലാസ്റ്റ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് അടിച്ച് പോകാൻ ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ സ്കിപ്പ് അടിക്കരുത്. കാരണം എന്താണ്, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2022, 2023 വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളിൽ പീരീഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്റെ ഭാഗമാണ് എന്ത് ആൽക്കലോയിഡ്സ് എന്ന ടോപ്പിക്കിൽ നിന്ന്. അപ്പൊ നമുക്ക് എന്താണ് ആൽക്കലോയിഡ്സ് എന്ന് നോക്കാം. ആൽക്കലോയിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രകൃതിയിൽ തന്നെ, അതായത് ലിവിങ് ഓർഗാനിസംസിൽ തന്നെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് ആൽക്കലോയിഡ്സ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് പ്ലാന്റ്സിൽ നിന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ആൽക്കലോയിഡ്സിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻ നേച്ചർ ആയിരിക്കും, ബേസിക് ആയിരിക്കും നേച്ചർ. പിന്നെ ഒരു നൈട്രജൻ ആറ്റമെങ്കിലും കാണും, അതുപോലെ ഹെട്രോസൈക്കിൾസ് ആയിരിക്കും. ഓക്കെ, അപ്പം ലിവിങ് ഓർഗാനിസംസിൽ തന്നെ മെയിനായിട്ട് പ്ലാന്റ്സിൽ തന്നെ എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് ആൽക്കലോയിഡ്സ്. ബേസിക് ഇൻ നേച്ചർ ആണ്, ഒരു നൈട്രജൻ ആറ്റമെങ്കിലും കാണും. പിന്നെ എന്താണ്, ഹെട്രോസൈക്കിൾസ് ആണ് അല്ലെ. അപ്പം ആൽക്കലോയിഡ് എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോഴത്തേക്ക് ഓക്കെ, ആൽക്കലി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ ഒരു ആൽക്കലോയിഡ് എന്ന് പറയുന്ന ആ ഒരു പേരിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽക്കലി ലൈക്ക് എന്നാണ് കേട്ടോ. അതുപോലെ നമുക്കാരും ചുമ്മാ ഒന്നും പേരിടത്തില്ലല്ലോ, ഒരു സാധനം കണ്ടുപിടിച്ച് അതിനൊക്കെ പേരിടാൻ ആരെങ്കിലും ഒക്കെ കാണുമല്ലോ അല്ലെ. അപ്പം ആൽക്കലോയിഡ് എന്ന് പറയുന്ന പേര് ഫസ്റ്റ് ആയിട്ട് കോയിൻ ചെയ്തത് മീസ്നർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നമ്മൾ സിന്തസൈസ് ചെയ്ത ആൽക്കലോയിഡ് ആണ് ഏത്, മോർഫിൻ എന്ന് പറയാം. മോർഫിൻ എന്ന് പറയുന്ന ആൽക്കലോയിഡ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. എവിടെയാണ്, നമ്മൾ ഡയമണ്ട് നെക്ലസിനകത്ത് സമർദാസനിൽ ഇങ്ങനെ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒക്കെ ആവുന്ന സമയത്ത് ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാകുമ്പോഴത്തേക്ക് ഈ ഒരു ആൽക്കലോയിഡ് എന്ത് ചെയ്യുന്നുണ്ട്, കുത്തിവെക്കുന്നുണ്ട്. അതൊരു ഡ്രഗ് രൂപത്തിൽ ഇഞ്ചക്ഷൻ ആയിട്ടൊക്കെ എന്താണ് കുത്തിവെക്കുന്നുണ്ട്. അപ്പൊ അതൊരു പെയിൻ റിലീവർ ആണ് കേട്ടോ മോർഫിൻ എന്ന് പറയുന്നത്. അപ്പൊ മോർഫിൻ ആണ് ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തെടുത്ത ആൽക്കലോയിഡ്. ഇത് ഐസൊലേറ്റ് ചെയ്തത് ഏത് ചെടിയിൽ നിന്നാണ്, ഒപ്പിയം എന്ന് പറയുന്ന ചെടിയിൽ നിന്നാണ്. അപ്പം ഇങ്ങനെ പ്ലാന്റ്സിൽ നിന്ന് മാത്രമല്ലല്ലോ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നെന്ന് അന്നത്തെ സയന്റിസ്റ്റുകളൊക്കെ വിചാരിച്ചു. അങ്ങനെ ലാബിലും എന്ത് ചെയ്തു, ഇത് സിന്തസൈസ് ചെയ്തു. ഇങ്ങനെ ഒരു ആൽക്കലോയിഡ്സ് സിന്തസൈസ് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ആയിട്ട് ലാബിൽ സിന്തസൈസ് ചെയ്ത ആൽക്കലോയിഡ് ആണ് എന്ത്, കൊനൈൻ എന്ന് പറഞ്ഞാൽ. അപ്പം കൊനൈൻ എന്ന് പറയുന്ന ആൽക്കലോയിഡിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. നമ്മുടെ ഗ്രേറ്റ് ഫിലോസഫർ ആയ സോക്രട്ടീസിന്റെ മരണത്തിന് കാരണമായിട്ടുള്ള ആൽക്കലോയിഡ് ആണ് ആര്, കൊനൈൻ എന്ന് പറഞ്ഞാൽ. ഈ കൊനൈൻ എന്ന് പറയുന്ന ആൽക്കലോയിഡ് ലാബിൽ സിന്തസൈസ് ചെയ്ത സയന്റിസ്റ്റ് ആരാണ്, ലാൻഡൻബർഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഇനി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ആൽക്കലോയിഡ്സിനെ കുറിച്ച് നമുക്ക് കാണാം അല്ലെ. അപ്പം അധികമായാൽ അമൃതും വിഷമാണെന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പം ആൽക്കലോയിഡ്സ് കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുവാണെങ്കിൽ എന്താണ്, ഡ്രഗായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് മെഡിസിനൽ പർപ്പസിനുള്ള ഡ്രഗാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കൂടിപ്പോയാൽ എന്താണ്, പോയിസൺ ആണ്, വിഷമായിട്ട് മാറാനും ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആൽക്കലോയിഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, മോർഫിൻ ആണ്. നമ്മൾ മോർഫിൻ ഓൾറെഡി നേരത്തെ കണ്ടതാണ് അല്ലെ. മോർഫിൻ എവിടെയാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത്, ഒപ്പിയം പോപ്പി എന്ന് പറയുന്ന പ്ലാന്റിലാണ് നമ്മൾ മോർഫിൻ എടുക്കുന്നത്. അതിന്റെ ക്ലാസ് നിർബന്ധമായിട്ടും ഓർത്തു വെക്കണം, ഐസോക്വിനോളിൻ ക്ലാസ്സിലാണ് എന്ത്, മോർഫിൻ ഉൾപ്പെടുന്നത്. ഈ ക്ലാസ്സസ് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തു വെക്കുക. തുടങ്ങുമ്പോഴേ തന്നെ പറയുകയാണ്, കാരണം എന്താണ്, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനകത്തൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. ക്ലാസ്സസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മുൻപോട്ടുള്ള കുറച്ച് സ്ലൈഡുകളൊക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പം മോർഫിന്റെ ക്ലാസ് ഇതാണ്, ഐസോക്വിനോളിൻ ക്ലാസ് ആണ്. ഐസോക്വിനോളിൻ ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടുന്ന ഒപ്പിയം പോപ്പി എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റിൽ തന്നെ ഡിറൈവ് ചെയ്യുന്ന അടുത്ത ഒരു ആൽക്കലോയിഡ് ആണ് ഏത്, പപ്പവറിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം പപ്പവറിന്റെ ക്ലാസ് ഏതാണ്, ഐസോക്വിനോളിൻ ആണ്. ഏത് പ്ലാന്റിൽ നിന്നാണ് എടുക്കുന്നത്, ഒപ്പിയം പോപ്പി എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. മോർഫിന്റെ തന്നെയൊക്കെ ഉള്ള ഒരു യൂസ് ആണ് പപ്പവറിൻ ഉള്ള ഒരു ആൽക്കലോയിഡ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൊനൈൻ ആണ്. കൊനൈൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ സോക്രട്ടീസിന്റെ മരണത്തിന് കാരണമായിട്ടുള്ള ആൽക്കലോയിഡ്. അത് ഏത് ചെടിയിൽ നിന്നാണ് എടുക്കുന്നത്, ഹെംലോക്ക് എന്ന് പറയുന്ന ചെടിയിൽ നിന്നാണ് കൊനൈൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് എടുക്കുന്നത്. അതിന്റെ ക്ലാസ് ശ്രദ്ധിക്കുക, പൈപ്പറിഡിൻ ക്ലാസ് ആണ് ഏത്, കൊനൈൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ കൊനൈൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് എന്ത് ചെയ്യും, കളയും. അങ്ങനെ മരണത്തിന് നമ്മൾ വിധേയരാകും. ഓക്കെ, നെക്സ്റ്റ് നിക്കോട്ടിൻ ആണ്. നിക്കോട്ടിൻ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, ആരും പുകയില ഉപയോഗിക്കരുത്. അപ്പം പുകയില, ടൊബാക്കോയിൽ കണ്ടുവരുന്ന ആൽക്കലോയിഡ് ആണ് ഏത്, നിക്കോട്ടിൻ എന്ന് പറഞ്ഞാൽ. സ്മോക്കിംഗ് പർപ്പസിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ടൊബാക്കോ ഇമൽഷൻ അല്ലെ, പുകയില കഷായം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ അഗ്രികൾച്ചറൽ പർപ്പസിനൊക്കെ ചെടികളിലൊക്കെ ഇൻസെക്ട് ഒക്കെ വരുമ്പോഴത്തേക്ക് തളിക്കാനായിട്ട് പെസ്റ്റിസൈഡ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രോപ്പർട്ടിക്ക് കാരണമായിട്ടുള്ളത് എന്താണ്, നിക്കോട്ടിൻ ആണ് കേട്ടോ. ടൊബാക്കോ ഇമൽഷനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, നിക്കോട്ടിൻ ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൊക്കൈൻ ആണ്. കൊക്കൈൻ ഒക്കെ നമുക്ക് അറിയാലേ, ഒരു നാർക്കോട്ടിക് ഡ്രഗ് ആണ്, ആരും ഉപയോഗിക്കരുത് കേട്ടോ. അപ്പം കൊക്കൈൻ നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത്, കൊക്ക ലീവ്സിൽ നിന്നാണ് എടുക്കുന്നത്. അതിന്റെ ക്ലാസ് ഓർത്ത് വെക്കുക, ട്രൊപ്പൈൻ ക്ലാസ് ആണ് കേട്ടോ. ഒരു നാർക്കോട്ടിക് ആണ്, ലോക്കൽ അനസ്തെറ്റിക് ആണ് കേട്ടോ.
അപ്പൊ അതാരും യൂസ് ചെയ്യരുത്. പിന്നെയുള്ളത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു ചെടിയാണ് സർപ്പഗന്ധി എന്ന് പറയും. സർപ്പഗന്ധി കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, സർപ്പഗന്ധിയുടെ ഇംഗ്ലീഷ് നാമമാണ് റൗൾഫിയ സർപ്പന്റിന. ഈ സർപ്പഗന്ധിയുടെ വേരിൽ കണ്ടുവരുന്ന ഒരു ആൽക്കലോയിഡ് ആണ് റസർ പൈൻ എന്ന് പറഞ്ഞാൽ. ഈ റസർ പൈനിന് ഒരുപാട് ഉപയോഗമുണ്ട്. മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈ ബ്ലഡ് പ്രഷർ ഒക്കെ ഇല്ലേ, ഹൈ BP ഒക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ അതിന്റെ ക്ലാസ് ഓർത്ത് വെക്കുക, ഏതാണ്? ഇൻഡോൾ ക്ലാസ് ആണ് കേട്ടോ, ഓർത്ത് വെക്കുക. ഇൻഡോൾ ആണ് റസർ പൈനിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ. അടുത്തത് പൈപ്പറിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് ആണ്. പൈപ്പറിൻ കണ്ടുവരുന്നത് എവിടെയാണ്? നമ്മുടെ പെപ്പറിലാണ്, കുരുമുളകിലാണ് അല്ലെ. അപ്പം കുരുമുളകിന്റെ ഒരു തീക്ഷ്ണ ഗന്ധത്തിന് കാരണം എന്താണ്? ഈ പൈപ്പറിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് ആണ്. അപ്പം മഴയൊക്കെയാണ്, കൊതുകൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്, പരീക്ഷയൊക്കെ വരുന്നുണ്ട്. പരീക്ഷയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ KAS മെന്ററിൽ LSGS, SI, കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ എന്നീ പോസ്റ്റുകളുടെയൊക്കെ ഡിഗ്രി മെയിൻസ് എക്സാം ഉടനെ വരുന്നുണ്ടെന്ന് നമുക്ക് അറിയാം അല്ലെ. അപ്പം ആ ഡിഗ്രി മെയിൻസിന്റെ ഒക്കെ പുതിയൊരു ബാച്ച് നമ്മുടെ ജൂൺ 17 തൊട്ട് KAS മെന്ററിൽ സ്റ്റാർട്ട് ആവുന്നുണ്ട്. സോ എല്ലാവരും മടിച്ചു നിൽക്കാതെ പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. കാരണം എന്താണ്, നല്ല പ്രിപ്പയർഡ് ആയിട്ട് പെട്ടെന്ന് നല്ലതായിട്ട് പഠിച്ചൊക്കെ നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് പുതിയ പോസ്റ്റുകളിലേക്കൊക്കെ കയറണ്ടേ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ബാച്ചിലേക്ക് എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോസ് ഒക്കെ കൂടുതൽ കാണാൻ വേണ്ടിയിട്ട്, നമ്മുടെ കെമിസ്ട്രി സിലബസ് തീർന്നിട്ടില്ലല്ലോ, ടോപ്പിക്ക് കുറേയൊക്കെ പെൻഡിങ് ഇല്ലേ ഇനി, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പഠിക്കണ്ടേ. അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലും കൂടെ എന്ത് ചെയ്യുക, എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത്, നമ്മൾ പറഞ്ഞത് മഴ, കൊതുക് അല്ലെ. മഴ, കൊതുക് ആകുമ്പോഴത്തേക്ക് എന്താണ്, ഒരുപാട് അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, മലേറിയ പോലത്തേക്കുള്ള അസുഖങ്ങൾ. അപ്പൊ മലേറിയക്കൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ആൽക്കലോയിഡ് ആണ് ഏത്? ക്വനൈൻ എന്ന് പറഞ്ഞാൽ. അപ്പം ക്വനൈൻ എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്? സിൻഗോണ മരത്തിന്റെ ബാർക്കിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്? ക്വനൈൻ എന്ന് പറയുന്ന ആൽക്കലോയിഡ് എടുക്കുന്നത്. ഇതിന്റെ ക്ലാസ് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. ക്വനൈൻ, ക്വിനോളിൻ. ഓക്കെ, അപ്പം ക്വനൈൻ എന്താണ്? ക്വിനോളിൻ ആണ്, ആന്റി മലേറിയൽ ഡ്രഗ് ആണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടൈപ്പ് ചൈനീസ് ഷ്രബാണ് എഫീഡ്ര ഷ്രബ് എന്ന് പറഞ്ഞാൽ. ഇതിൽ കണ്ടുവരുന്ന ഒരു ആൽക്കലോയിഡ് ആണ് എന്തെന്ന് പറഞ്ഞാൽ എഫീഡ്രൈൻ എന്ന് പറഞ്ഞാൽ. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ആസ്മ ട്രീറ്റ്മെന്റിനൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ആൽക്കലോയിഡ് ആണ് എന്ന് പറഞ്ഞാൽ എഫീഡ്രൈൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ചെടിയാണ് ഹൃദയപത്മം എന്ന് പറഞ്ഞാൽ. അതിന്റെ ഇംഗ്ലീഷ് പേരാണ് അട്രോപ്പ ബെലഡോണ. പേര് കേട്ടൊന്ന് ആരും ഞെട്ടണ്ട, കാരണം ഓർത്ത് വെക്കാൻ ഞങ്ങൾക്ക് എളുപ്പമാണ്. അട്രോപ്പ ബെലഡോണയിൽ കണ്ടുവരുന്ന ആൽക്കലോയിഡ് ആണ് എന്ത്? അട്രോപ്പിൻ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ക്ലാസ് ഏതാണ്? ട്രോപ്പൈൻ ക്ലാസ് ആണ്. അപ്പൊ നോക്കിക്കേ, അട്രോപ്പ ബെലഡോണ, അട്രോപ്പിൻ, ട്രോപ്പൈൻ. കണ്ടോ, എല്ലാത്തിനും എന്താണ് സിമിലാരിറ്റി ആണ് അല്ലെ പേര്. അപ്പം ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സർജറി ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ഫ്ലൂയിഡ്സ് സലൈവയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ സർജറി ചെയ്യുന്ന സമയത്ത് അതിന്റെയൊക്കെ വോളിയം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതിന്റെയൊക്കെ ആ ഒരു അത് ഉത്ഭവിക്കുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആൽക്കലോയിഡ് ആണ് എന്ത്? അട്രോപ്പിൻ എന്ന് പറഞ്ഞാൽ. അപ്പം നിസ്സാരക്കാരനല്ല കേട്ടോ, ഹൃദയപത്മം ഓർത്തു വെക്കാം. നെക്സ്റ്റ് മഡഗസ്കർ പെരിവിങ്കിളിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ആൽക്കലോയിഡ് ആണ് ഏത്? വിൻക്രിസ്റ്റിൻ എന്ന് പറഞ്ഞാൽ. മഡഗസ്കർ പെരിവിങ്കിൾ നമ്മുടെ ശവന്നാറിപ്പൂ, പിങ്ക് കളറിലൊക്കെ പൂവിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ ശവന്നാറി പൂവിലുള്ള ആ ഒരു ആൽക്കലോയിഡ് ആണ് ഏതെന്ന് പറഞ്ഞാൽ വിൻക്രിസ്റ്റിൻ എന്ന് പറഞ്ഞാൽ. ഇതിന് മെഡിക്കൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാൻസർ ഒക്കെ ഇല്ലേ, ക്യാൻസർ, ലുക്കീമിയ പോലുള്ള ക്യാൻസർ ഒക്കെ ഇല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആൽക്കലോയിഡ് ആണ് എന്ന് പറഞ്ഞാൽ വിൻക്രിസ്റ്റിൻ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ കണ്ടുവരുന്ന കുറച്ച് സാധനങ്ങളാണ് അല്ലെ, മഞ്ഞള്, ഇഞ്ചി ഒക്കെ. അപ്പൊ അതിനകത്തൊക്കെ എന്തുണ്ട്? ഈ ആൽക്കലോയിഡ് ഉണ്ട്, വിശ്വസിക്കാമോ? അപ്പം നമ്മുടെ ചില്ലി, മുളക് അല്ലെ, മുളക്, ക്യാപ്സിക്കം. അപ്പം ക്യാപ്സിക്കം, മുളക്, ചില്ലിയിലൊക്കെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ആൽക്കലോയിഡ് എന്ന് പറഞ്ഞാൽ ക്യാപ്സൈൻ എന്ന് പറഞ്ഞാൽ. അപ്പം ക്യാപ്സിക്കം ഓർത്ത് വെക്കാൻ എളുപ്പമാണ്, മുളകിലുള്ളതാണ് കേട്ടോ. ക്യാപ്സിക്കം, ക്യാപ്സൈൻ. ഓക്കെ, നെക്സ്റ്റ് വസസൈൻ. അപ്പം വസസൈൻ എന്ന് പറയുന്ന ആൽക്കലോയിഡ് നമ്മുടെ ആടലോടകം അല്ലെ, ആടലോടകം എന്ന് മലയാളത്തിൽ പറയും. ജസ്റ്റിക്ക അദക്ടോഡ എന്നാണ് അതിന്റെ പേര്. അപ്പം ആടലോടകത്തിലുള്ള ഒരു ടൈപ്പ് ആൽക്കലോയിഡ് ആണ് വസസൈൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാ ആടലോടകം യൂസ് ചെയ്യുന്നത്? നമുക്ക് ഈ ചുമ, അതുപോലെ ആസ്മ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ ഇല എന്ത് ചെയ്യും? ഉണക്കി പൊടിച്ച് പനങ്കൽക്കണ്ടം എന്നൊക്കെ പറയുന്ന സാധനത്തിനൊക്കെ നമ്മൾ ഇട്ട് മിക്സ് ചെയ്യും, സ്പൂണിലൊക്കെ കഴിക്കും അല്ലെ. ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതാണ് ആ ഒരു ആൽക്കലോയിഡ് ആണെന്ന് പറഞ്ഞാൽ വസസൈൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതാണ് അമനിറ്റ മുസ്കുറ. അപ്പം അമനിറ്റ മുസ്കുറ എന്ന് പറഞ്ഞാൽ ഒരു മഷ്റൂം ആണ്, ഡെഡ്ലി പോയിസൺ ആണ് കേട്ടോ. ആ അമനിറ്റ മുസ്കുറയിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ മസ്കറൈൻ എന്ന് പറയുന്ന ആ ഒരു ആൽക്കലോയിഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ഇഞ്ചി, ജിഞ്ചറിൻ. ഓക്കെ, അപ്പൊ ജിഞ്ചറിലുള്ള ആൽക്കലോയിഡ് ആണ് എന്ന് പറഞ്ഞാൽ ജിഞ്ചറിൻ. പേരിൽ തന്നെ നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ തുളസി ഇല, ക്ലോവ്സ്, സിനമൺസ്, അതിലൊക്കെയുള്ള ആൽക്കലോയിഡ് ആണ് എന്ന് പറഞ്ഞാൽ യുജിനോൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ നമ്മുടെ മഞ്ഞൾ,
മഞ്ഞളിനകത്തുള്ള ഏതാണ്? കുർക്കുമിൻ എന്ന് പറയാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ കണ്ടുവരുന്ന കുറച്ച് ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞാൽ. ഈ ആൽക്കലോയിഡ്സിനെ കുറിച്ച് നിങ്ങൾ അറിയാതെ പോകരുത് ഈ ഒരു 2 കാര്യങ്ങൾ കേട്ടോ. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റിനകത്തൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് അടുത്ത 2-3 സ്ലൈഡൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാകും കേട്ടോ. അപ്പം നമ്മുടെ ടെസ്റ്റ് ഫോർ ആൽക്കലോയിഡ്സ്. അപ്പം ഈ നമുക്കൊരു സാധനം കൊണ്ടുവന്നാൽ അത് ആൽക്കലോയിഡ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറെ ടെസ്റ്റുകളൊക്കെ കാണും അല്ലെ, കെമിസ്ട്രി ഒക്കെ അല്ലേ. അപ്പം കുറച്ച് ടെസ്റ്റുകളുടെ പേരാണ് ഡ്രാഗൺ ഡോസ് ടെസ്റ്റ്, മേയേഴ്സ് ടെസ്റ്റ്, ഹേഗേഴ്സ് ടെസ്റ്റ്, വാഗ്നർ ടെസ്റ്റ്. പേരൊന്നും കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, എളുപ്പമുള്ള കുറച്ച് ടെസ്റ്റുകളാണ്. ഞാൻ ഒരു ടെസ്റ്റിന്റെ പേര് ഞാൻ പറയാം. അപ്പൊ മേയേഴ്സ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആൽക്കലോയിഡ്, നമുക്ക് കൊണ്ടുവരുന്ന ആൽക്കലോയിഡ് എന്തുമായിട്ട് മിക്സ് ചെയ്യുന്നു? മേയേഴ്സ് റിയേജന്റുമായിട്ട് മിക്സ് ചെയ്യുന്നു. മേയേഴ്സ് റിയേജന്റുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആൽക്കലോയിഡ് ആണെങ്കിൽ എന്താണ്? ഒരു ക്രീം കളറിലെ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അതാണ് മേയേഴ്സ് ടെസ്റ്റ്. ബാക്കി ടെസ്റ്റുകളും ഒക്കെ സിമ്പിൾ ആണ്. അപ്പം പേരുകൾ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അത് ഞാൻ അടുത്ത സ്ലൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെയുള്ളത് കുറച്ച് ഇല്ലീഗൽ ഡ്രഗ്സ് ആണ്. ഞാൻ പറഞ്ഞു അല്ലെ, അധികമായാൽ അമൃതം വിഷമാണ്. അപ്പം ഒരുപാടൊന്നും എന്ത് ചെയ്യരുത്, ഈ ആൽക്കലോയിഡ് കൂടിയ അളവിലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതെന്താണ്? ഡ്രഗാണ്. ഡ്രഗൊക്കെ ചീത്തയാണെന്നറിയാം അല്ലെ. നാർക്കോട്ടിക് ഡ്രഗ്സ് എന്താണ്? ചീത്തയാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ എന്താണ്? ചീത്തയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഇല്ലീഗൽ ഡ്രഗ്സിന്റെ പേരുകളാണ് മരിജുവാന, കൊക്കെയിൻ, MDMA, ഹെറോയിൻ. എല്ലാം കേട്ടിട്ടുള്ളതായിരിക്കുമല്ലോ. അപ്പം മരിജുവാന ഇതിൽ നിന്നാണ് എടുക്കുന്നത്? കന്നാബിസ് എന്ന് പറഞ്ഞ ചെടിയിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ ഓർത്തു വെക്കുക, പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുവാണ്. എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓരോ ആൽക്കലോയിഡിന്റെയും ക്ലാസ്സസ് ഒക്കെ ഓർത്ത് വെക്കണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ 2022 ചോദ്യമാണ് കേട്ടോ. അപ്പൊ നോക്കുക, റെസർപൈൻ, ക്വനൈൻ, നിക്കോട്ടിൻ ആൻഡ് പൈപ്പറിൻ ആർ ദ എക്സാമ്പിൾസ് ഓഫ് ദ ഫോളോയിങ് ക്ലാസസ് ഓഫ് ആൽക്കലോയിഡ്. അപ്പം ഈ തന്നിരിക്കുന്ന ആൽക്കലോയിഡ്സ് ഏത് ക്ലാസ്സിലാണ് ഉൾപ്പെടുന്നത് നമുക്ക് ഓർക്കാം. റെസർപൈൻ എന്തായിരുന്നു? നമ്മുടെ സർപ്പഗന്ധിയുടെ വേരിൽ നിന്ന് കിട്ടുന്ന ഒരു ടൈപ്പ് ആൽക്കലോയിഡ് ആണ് റെസർപൈൻ. അതിന്റെ ക്ലാസ് ഏതായിരുന്നു? ഇൻഡോൾ ആയിരുന്നു അതിന്റെ ക്ലാസ് കേട്ടോ. അപ്പം നോക്കാം, ഓപ്ഷൻ നോക്കാം, ട്രിക്കായിട്ട് നോക്കാം. ഓപ്ഷൻ ഫസ്റ്റ് ഇൻഡോൾ ഉണ്ടോ നോക്കാം. നോക്കി, എ ഉണ്ട്, ബിയിലില്ല, അപ്പൊ ബി അങ്ങ് കട്ടാക്കാം. സിയിൽ ഉണ്ട്, ഡിയു ഇല്ല. അപ്പം എയോ അല്ലെങ്കിൽ സിയോ ആണ് നമ്മുടെ ഉത്തരം. പിന്നെ അടുത്തത് നോക്കാം, ക്വനൈൻ എവിടെയായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത്? ആന്റി മലേറിയൽ ആ ഒരു ഡ്രഗ് ആയിരുന്നു ക്വനൈൻ എന്ന് പറഞ്ഞാൽ. ക്വനൈന്റെ ക്ലാസ് ഏതായിരുന്നു? ക്വിനോളിൻ ആയിരുന്നു. അപ്പം ക്വിനോളിൻ ഓപ്ഷൻ എ ഉണ്ട്, സി ഉണ്ട്, ഡി നമ്മൾ പണ്ടേ കട്ടാക്കിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് നിക്കോട്ടിൻ ആണ്. നിക്കോട്ടിൻ ഏതാണ്? പുകയിലുള്ള ആൽക്കലോയിഡ് ആണ്. അപ്പം നിക്കോട്ടിൻ്റെത് പിരിഡിൻ ആണ് കേട്ടോ, പിരിഡിൻ. അപ്പൊ നോക്കിയേ, എയും സിയും കണ്ടോ കട്ടക്കാണ്, രണ്ടും നോക്കി ഏകദേശം സെയിം ആണ്. അപ്പൊ ലാസ്റ്റ് നമുക്ക് നോക്കാം. അടുത്തത് പൈപ്പറിൻ എവിടെയായിരുന്നു? പെപ്പറിലുള്ളത് അല്ലേ, കുരുമുളക്. അപ്പം പൈപ്പറിന്റെ ക്ലാസ് ആണ് എന്ത്? പൈപ്പെരിഡിൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നോക്കുക, പൈപ്പെരിഡിൻ ഇവിടെ കണ്ടോ ഐസോക്യുലർ. അപ്പൊ ഓപ്ഷൻ സിയും കട്ടായി. നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനസ്സിലായില്ലേ ക്ലാസ്സസ് ഒക്കെ ഓർത്ത് വെക്കാൻ പറഞ്ഞതിന്റെ ഇമ്പോർട്ടൻസ്? Next, which of the following is an illegal drug derived from the hemp plant Cannabis sativa? അപ്പൊ Cannabis sativa, Cannabis എവിടെയാണ് കേട്ടിട്ടുള്ളത്? ഞാൻ നേരത്തെ സ്ലൈഡ് കാണിച്ചു തരാം. നോക്കൂ, Cannabis marijuana. അപ്പം ഉത്തരം പറയാലോ നിങ്ങൾക്ക്. അപ്പൊ ഉത്തരം നോക്കിക്കേ, ഉത്തരം ഏതാണ്? മരിജുവാനയാണ് കേട്ടോ. മരിജുവാനയാണ് കന്നാബിസ് സറ്റൈവ എന്ന് പറയുന്ന ഒരു ഹെം പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ഡ്രഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not a test for alkaloids? അപ്പൊ ഞാൻ കുറച്ച് ടെസ്റ്റുകളുടെ പേരൊക്കെ മുൻപ് പറഞ്ഞായിരുന്നു അല്ലെ. അപ്പം നോക്കാം, നമുക്ക് പരിചയമില്ലാത്ത ടെസ്റ്റ് ഏതാന്ന് നമുക്ക് നോക്കാം. മേയേഴ്സ് ടെസ്റ്റ് കേട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞാ. പിന്നത് ഹേഗേഴ്സ് ടെസ്റ്റ്, വാഗ്നർ ടെസ്റ്റ് കേട്ടിട്ടുള്ളതല്ലേ. ലാസ്റ്റ് സാൽക്കോസി ടെസ്റ്റ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സാൽക്കോസി ടെസ്റ്റ് ആണ്. സാൽക്കോസി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റേറ്റീവ് കെമിക്കൽ അനാലിസിസ് ആണ്. എന്ത് കണ്ടുപിടിക്കാനും നമ്മുടെ ബോഡിയിലുള്ള കൊളസ്ട്രോൾ ഒക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ക്വാളിറ്റേറ്റീവ് കെമിക്കൽ ടെസ്റ്റ് ആണ് സാൽക്കോസി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ ഇത്ര നേരം എന്താണ് ആൽക്കലോയിഡ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു ടാസ്ക് തരട്ടെ. അപ്പൊ നോക്കിയേ, നമ്മുടെ പിക്ചറിൽ കണ്ടോ ആര്യവേപ്പുണ്ട്, പപ്പായ ഉണ്ട് അല്ലെ. അപ്പൊ ആര്യവേപ്പിലും പപ്പായയിലും ഉള്ള നെയിം ഓഫ് ആൽക്കലോയിഡ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. അപ്പം ഇതിന്റെ ഉത്തരവൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പം ഇതിനുള്ള ഉത്തരവൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പം അതുവരെ ടാറ്റാ.